ആ സംഘടനയിൽ ഇല്ലാത്ത ആളുകൾക്ക് നല്ല നല്ല വേഷങ്ങളും അല്ലെങ്കിൽ അഭിനയിച്ച് ഫലിപ്പിക്കാനുള്ള വേഷങ്ങളൊന്നും കിട്ടില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ്. അങ്ങനെ ഇവിടെ ആരും സംഘടനയിലെ ആൾക്കാർ പോലും അങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ തുടക്ക സമയത്താണ്, എനിക്ക് തോന്നുന്നു വെള്ളം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്, പ്രജേഴ്സൻ്റെ വെള്ളം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടവേള ബാബുചേട്ടൻ അതിനകത്ത് ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ അദ്ദേഹത്തിനോട് അവിടെ നിന്ന് ചോദിച്ചിരുന്നു, ഈ പറഞ്ഞ പോലെ മേലെ മെമ്പർഷിപ്പ് എടുക്കാനുള്ളതിൻ്റെ എന്താണ് അതിൻ്റെ ഫോർമാലിറ്റീസ്, എങ്ങനെയാണ് അത്, എനിക്കതിൻ്റെ പ്രോസസ്സൊന്നും അറിയത്തില്ലായിരുന്നു അന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചപ്പം പുള്ളി എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു മെമ്പർഷിപ്പ് ഫീ ഉണ്ട് ഗീതി, അതിനകത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്യണം, ബോർഡിൽ ഇത്ര ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഗീതി ഇപ്പോൾ അത്യാവശ്യം വർക്കുകൾ ചെയ്യുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട്. പറഞ്ഞു അത് ചെയ്തോളൂ, പിന്നെ സമയം പോലെ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്താൽ മതി എന്നാണ് എന്നോട് പറഞ്ഞത്. മനസ്സിലായില്ല, അവിടെ പോലും ആരും നിങ്ങൾ വർക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെയൊന്നും ആരും പറയത്തില്ല. ഒരാളും പറഞ്ഞിട്ടുമില്ല, അവർ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്നോട് പറഞ്ഞിട്ടില്ല, എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. അവിടെ നിന്ന് എനിക്ക് കിട്ടിയേക്കുന്ന മെസ്സേജ് ഇതാണ്. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം സിദ്ദിഖ് അടുത്ത് ഇതുപോലെ ഈ വിഷയമായിട്ട് സംസാരിച്ചപ്പോഴും പുള്ളി എന്നോട് പറഞ്ഞത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗീതിക്ക് സമയവും സൗകര്യമൊക്കെ ഒക്കുന്ന പോലെ അപ്ലൈ ചെയ്തോളൂ, അവിടെ അന്ന് വേറെ സീനൊന്നും ഉണ്ടാവില്ല എന്നുള്ള സാധനത്തിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സോ അത് എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയുടെ ഒരു സാധനം കൊണ്ട് ഞാൻ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് എന്നുള്ള രീതിയിൽ മാറ്റി വെച്ചതാണ്.